ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലാലോ എന്നൊരു വിഷമേ ഉള്ളൂ. പോട്ടെ, സാരമില്ല. അതുകൊണ്ട് മോൻക്ക് വേണമെന്നുണ്ടെങ്കിൽ മോൻക്ക് മുട്ട കാച്ചി തരാട്ടോ. ഒച്ച വെക്കാതെ മോന് ഭക്ഷണം കഴിച്ചേ. നിന്നെ പോലെ അമ്മയെ സഹായിച്ചിട്ട് അവൾ ഇവിടെ തന്നെ കഴിയുന്നില്ലേ? നോക്കി. ശരി ശരി, നാളെ മുതലേ ഞാനും അവളെ പോലെ തന്നെ ഇവിടെ തന്നെ ഇരിക്കാം. പാത്രം കഴുകിയിട്ടും അലക്കിക്കൊണ്ടും പിന്നെ പച്ചക്കറിയൊക്കെ മുറിച്ചോണ്ടും. ഇന്നെനിക്കൊരു 100 രൂപ എടുത്തേ. 100 രൂപയോ? നീ ചോദിക്കുമ്പോ എടുത്തു തരാൻ എന്താ? നീ എന്തെങ്കിലും എടുത്തു വെക്കാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ടോ? അമ്മയ്ക്കിപ്പോ 100 രൂപ തരാൻ പറ്റോ പറ്റില്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സംസാരിക്കാൻ പാടില്ലാന്ന്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കരുത്, ഇങ്ങനെ ആജ്ഞാപിക്കരുത് എന്നൊക്കെ. ഇനി എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോ മുമ്പും പിമ്പും ആലോചിച്ചതിന് ശേഷം സംസാരിച്ചാൽ മതി, കേട്ടല്ലോ? ഇങ്ങനെ തർക്കുത്തരം പറയാൻ നിന്നാൽ നിന്റെ നാവ് കൂടി അറിഞ്ഞെടുക്കും ഞാൻ, കേട്ടല്ലോ? കണ്ടല്ലോ എന്റെ ശക്തി. അമ്മയായത് കൊണ്ട് മാത്രം ഞാൻ വെറുതെ വിട്ടു, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടേനെ ഇവിടെ. ശരി ശരി, ഞാൻ വരാം. അമ്മ പ്ലീസ് അമ്മ, എനിക്കൊരു 100 രൂപ താ അമ്മ, പ്ലീസ് അമ്മ. എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും, അപ്പൊ എന്റെ കയ്യിലില്ലാത്തതൊരു നാണക്കേടല്ലേ അമ്മ? പ്ലീസ് അമ്മ താ അമ്മ. ഇനി അവരെന്തേലും വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് അമ്മ വാങ്ങിക്കൊടുക്കാം? എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ അമ്മ? പ്ലീസ് അമ്മ താ അമ്മ. ശരി, ആ കടുകിന്റെ പാത്രത്തിലുണ്ട്, പോയി എടുത്തോ. എന്താ ഭയം എടുക്കട്ടോ. എന്താടാ പറഞ്ഞേ?